അങ്ങനെ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് മാറ്റിയാണ് നമ്മൾ കുട്ടീസിനൊന്നും പറക്കി കാറിലിട്ട് നമ്മൾ നേരെ നമ്മളെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോയിട്ടുണ്ടായി. ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ രണ്ടാളും ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് കാറിലിരിക്കുന്നുണ്ടായിനി. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് വന്ന റിലേറ്റീവ്സും ബാക്കിയിലെ ഗസ്റ്റുകളെല്ലാം എത്തിയിട്ടുണ്ടായിനി. വൈകാണ്ട് തന്നെ നേരെ ബർത്ത്ഡേന്റെ ഫംഗ്ഷനിലേക്ക് കയറുന്നു. കേക്ക് മുറി പരിപാടിയെല്ലാം ആയിട്ട് രണ്ടാൾക്കും ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഭയങ്കര ത്രിൽഡ് ആയിട്ട് അതുണ്ടായി. പിന്നെ എല്ലാവരും പാന അവരുടെ അടുത്തേക്ക് വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുപ്പും പരിപാടിയും ഗിഫ്റ്റ് കൊടുക്കലും വർത്താനെല്ലാം ആയിരുന്നു. എല്ലാ ഫോട്ടോത്തിൽ കയറിയിട്ട് നമ്മുടെ കിങ്ങിന് നടക്കാൻ നിൽക്കുന്നുണ്ട്. ബർത്ത്ഡേ ഓളെ അല്ലെങ്കിൽ ഓള് മെയിൻ ആവുന്നുണ്ട്. പക്ഷെ നമ്മളെ മെയിൻ പരിപാടി ഫുഡിന്റെ ആയതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ആടെ പോകുമ്പോൾ നമ്മൾ ഫിറോസൊക്കെ ദമ്മെല്ലാം പൊട്ടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈകാണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇവിടെ വന്ന കൂടുതൽ ആൾക്കാരും തമിഴ് ഫാമിലീസ് ആണ്. അവർ നമ്മളെ തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ട് എന്നാ പറയുന്ന നോക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര ത്രില്ലുണ്ടായത്. നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് തന്നെയാണ് ഫുഡ് കഴിക്കുന്നുണ്ടായത്. നമ്മൾ സ്റ്റൈല് ബിരിയാണി എന്തായാലും പിന്നെ ഇഷ്ടപ്പെടാൻ നിൽക്കില്ലല്ലായിരിക്കും. ഫിറോസ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സും പറഞ്ഞിട്ട് അന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോയി. ബിരിയാണി അടിപൊളി. നമ്മൾ അടുത്ത പരിപാടിക്കായാലും കാണണം തീർച്ചയായും.